ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പണ്ട്. അപ്പം ഞാൻ ഭയങ്കര കലപില സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് സംസാരം കുറച്ചു. എനിക്ക് ഈ തിരക്കുകൾ കാരണമാണ്. എനിക്ക് പ്രായമായി. ഇതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ആൾക്കാരെ വിചാരം ഞാൻ ഇപ്പോഴും 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൽ ഓടി നടക്കുന്ന ആളാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈലന്റ് ആയപ്പോ എല്ലാരും വിചാരിച്ചു എന്നെ ഓവർ പവർ ചെയ്ത് നിൽക്കുകയാണ് മാഷ്, അതുകൊണ്ട് എനിക്കൊരു വോയിസും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി മാറിയതെന്ന്. അപ്പോൾ എനിക്കിതൊന്ന് മാറ്റണ്ടേ. പക്ഷേ കഷ്ടകാലത്തിന് എനിക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാനും അറിയില്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാൻ അറിയില്ല. പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനറിയില്ല. എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തിന് കരഞ്ഞുപോയി. അതൊരു വിഷയമായിപ്പോയി. കരയണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അന്ന് ഈ എനിക്ക് തോന്നുന്നു പെയിനും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം കഴിഞ്ഞ വീഡിയോ ഈ അമ്മ എന്താ വേഴ്സസ് വൈഫ് എന്നും പറഞ്ഞ ഒരു ചുമ്മാ ഒരു ടാഗ് ലൈൻ ഇട്ട് നമ്മളൊരു സംഭവം ചെയ്തു. അമ്മ ഞാൻ സർജറിക്ക് പോയപ്പം പ്രാർത്ഥിച്ച് ഫാസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. ദേവിക ഇവിടെ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ റോയൽ സീരീസ് മൊത്തം കണ്ടു തീർത്തിട്ട് കൊച്ചുങ്ങളായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് അതിനെ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നു, കാരണം അമ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ടീം. വേറെ ആൾ ദേവികയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം, ദേവികയെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഇതാക്കിയിട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ അപ്പം ഇത് റിയാലിറ്റി എന്താണ്? അമ്മ കിടന്നുറങ്ങിയ അമ്മ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് പറഞ്ഞു തന്ന ആരാ? ദേവികയാണ്. ദേവിക റോയൽസ് കണ്ടതും കിടന്നുറങ്ങിയതും ദേവിക തന്നെയാണ് എന്നോട് പറയുന്നത്. നമ്മളതൊരു വളരെ തമാശയായിട്ട് ചെയ്തൊരു വീഡിയോയാണ്. പക്ഷെ ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ദേവിക എന്നെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക, ഇങ്ങനെ അടിമയായിട്ട് എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, പോയി പിച്ചെടുത്ത് ജീവിക്കാന്നൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അവർ വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുക, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് അവിടെ ഒരു സ്പ്ലിറ്റിൻ്റെ ആവശ്യം?